ശൈലകൂടത്തിന്റെ നിഴലത്തിനപ്പുറം ശ്രീളവിഴി നീട്ടുന്ന വിണ്ണിനെ കണ്ടുവോ? ദിക്കാല ഹൃദയങ്ങളിൽ നിന്നു തൈലങ്ങൾ വാറ്റുന്ന ഓജസ്സും അഗ്നിസ്ഫുടം ചെയ്തു നീട്ടുന്ന ആഘോരസങ്ങളെ 1000 കോടി ആവർത്തിച്ച് പുഷ്പരത ശക്തിയായി മാറ്റുന്ന അഷ്ടാംഗ യോഗമാർന്ന അഷ്ടാംഗ ഹൃദയത്തിനപ്പുറത്ത് അമരത്വ യോഗങ്ങൾ നിൽക്കുന്ന വിണ്ണിനെ കണ്ടുപോ. ഈ വിണ്ണിന്റെ കയ്യിൽ ചെന്താമരച്ചെപ്പു പോലെ അമരുന്നൊരീ മൺകുടം കണ്ടുപോ. ഇതിനുള്ളിൽ എവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ. ഊർധ്വൻ വലിക്കുന്ന ജീവകോശങ്ങളുടെ വർത്തഹൃദയച്ചൂടിലടയിരിക്കുന്നൊരീ അന്തിമ സ്വപ്നത്തിനണ്ഡങ്ങൾ കണ്ടുവോ? അവയിലെ ചെയ്യുന്ന രോദനം കേട്ടുവോ? തേങ്ങലിൻ ഈറൻ മൊഴിക്കുടത്തിനുള്ളിലെവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ. അതെ, നമ്മൾ ഒരുപാട് തിരക്കി പോകണം. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ നമ്മൾ കഴിക്കുക. അതിന് നമ്മൾ ഒരുപാട് ഹോട്ടലിൽ നിന്ന് കയറണം. നല്ല ഹോട്ടലിൽ നിന്ന് പോകണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ഭാര്യ നമ്മുടെ കൈകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്ന നല്ല ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ അടുക്കളയിൽ തന്നെ. അങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു പാചക കലയിലൂടെ നമുക്ക് നമ്മുടെ വീഡിയോ കടന്നു പോകാം. നിങ്ങളുടെ സ്വന്തം മലയാളി അടുക്കളയിൽ നമുക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചില്ലി പൊട്ടറ്റോ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ചപ്പാത്തി എല്ലാ ഡിഷിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഞാനിവിടെ പൊട്ടറ്റോ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നീട് സവോള ഒരു മീഡിയം സൈസും ഒരു സ്മോളും 2 എണ്ണം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം 1 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളകുമാണ്. പിന്നീട് ഞാനിവിടെ ജിഞ്ചറും ഗാർലിക്കും എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞതാണ്. ഇപ്പം നീളത്തിൽ അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരിയാം. പിന്നെ അതുപോലെ ചിലപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരിക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് ഞാൻ ഈ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഞാനിവിടെ വെള്ളം ഒന്ന് ജസ്റ്റ് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തിട്ടൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് എടുക്കണം. അപ്പോൾ ഏകദേശം വെള്ളത്തിന് നല്ല രീതിയിൽ തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളക്കുകയാണ്. അപ്പോൾ ഇതിനി വേറൊന്നുമല്ല, ഒരു 5 മിനിറ്റ് എല്ലാ പീസും ഇട്ടതിന് ശേഷം 5 മിനിറ്റ് സിമ്മിലിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ്, അധികം വേണ്ട, വെന്ത് പോകരുത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നല്ലോണം വെന്ത് പോകരുത്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് കറക്റ്റ് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സിമ്മിലിട്ടാണ് തിളപ്പിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഓക്കെ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഇത് വെള്ളമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ സോയാ മഞ്ചൂരിയൻ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ പൊട്ടറ്റോയുടെ പീസിലേക്ക് നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടി 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയും, അത് കണ്ടവർക്ക് ഏകദേശം അറിയായിരിക്കും, 2.5-3 ടേബിൾ സ്പൂൺ വരെ മൈദയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, അത് മുളക് പൊടിയായിട്ട് ചേർക്കാം. അതെല്ലാം മുളക് ചതച്ച പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അല്ലാതെ വഴറ്റാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ യൂസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ലേശം വളരെ കുറച്ച് വെച്ചിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഒരു 15 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലേശം വെള്ളമേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പൊട്ടറ്റോയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതേ പ്രോസസ്സ് തന്നെയാണ് ഞാൻ സോയ മഞ്ചൂരിയനും ചെയ്തത്. സെയിം മെത്തേഡ് തന്നെയാണ്. എന്തായാലും ഇതിനകത്തെ വെറൈറ്റി വേറെ എന്ത് വെറൈറ്റി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള പൊട്ടറ്റോ കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ തന്നെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊട്ടറ്റോസ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമതിട്ട പൊട്ടറ്റോയും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചപ്പോൾ തന്നെ അതിൻ്റെ പകുതി ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഇതിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പുറം ഭാഗം. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഞാൻ കാണിക്കാം. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗവും. അപ്പോൾ നമുക്കിതിനി ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. തീർച്ചയായിട്ടും ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ബാക്കി പ്രോസസ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കാം. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഞാനിവിടെ ഇഞ്ചി ചെറിയൊരു കഷ്ണം അതേ വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചമുളക്, കൂട്ടത്തിൽ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയുള്ള പ്രോസസ്സൊക്കെ വളരെ സ്പീഡിൽ തന്നെയാണ്. കാര്യം പെട്ടെന്നാകുന്ന ഒരു ഐറ്റമാണ്. അത് മഞ്ചൂരിയൻ അല്ലെങ്കിൽ ചൈനീസ് ഡിഷൊക്കെ എല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്ത് ബാക്കി സോസ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ടൊമാറ്റോ സോസ്, അതും 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വേണമെങ്കിൽ ടേസ്റ്റ് അനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇനി സോൾട്ട്, ടേസ്റ്റ് അനുസരിച്ച് സോൾട്ട് കൂടി ചേർക്കാം. സോയ സോസിനകത്തൊക്കെ ഉപ്പ് ആഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ചേർക്കുക. പിന്നീട് ഒരു ടേസ്റ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇവിടെ മല്ലിയില എന്തായാലും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് കുരുമുളക് പൊടി, നമ്മൾ കുരുമുളക് പൊടി ബാറ്റർ തയ്യാറാക്കിയപ്പോൾ ചേർത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതും എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, പൊട്ടറ്റോ, ചില്ലി പൊട്ടറ്റോ ഫ്രൈ
തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇതുപോലെ കൂടെയൊക്കെ ചെയ്ത് കൊടുക്കുക. അതുപോലെ സോയ മഞ്ചൂരിയനും പനീറും ഗോബി മഞ്ചൂരിയനും ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും ഇത് സുഖമായിട്ട് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാർട്ടിയും മറ്റ് തയ്യാറൊക്കെ ആക്കുമ്പോഴത്തേക്കിനും നല്ലൊരു ഡിഷായിട്ട്, ഒരു വെറൈറ്റി ഡിഷായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ ബൈ.